ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാനിവിടെ ഒരു ഹെയർ സിറം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് അടിപൊളിയായിട്ടുള്ള സിറമാണ് കേട്ടോ. 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു സിറം കാരണം നമ്മുടെ തലയിലെ നമ്മുടെ പേനിൻ്റെ ശല്യമൊക്കെ ഇല്ല, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടതെന്നുള്ളതൊന്ന് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരിക കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കാം. ഈ ഹെയർ സിറം നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് നമ്മുടെ മുടിയിലെ വെള്ളം കംപ്ലീറ്റ്ലി പോകുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സെറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് കേട്ടോ, സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാനാണെങ്കിൽ ഇത്ര ആവശ്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ടാക്കി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഇത് കൂട്ടിയെടുക്കുക, അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം, വീക്ക്ലി വൺസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വീട്ടിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ, പുറമേ ഒന്നും പോകുന്നില്ല. കാരണം ഈ ഉള്ളി നമ്മൾ എടുക്കുന്നതിനോട് തന്നെ ഉള്ളീൻ്റെ ആ സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ആ സ്മെല്ല് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്താ പറയുക, ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അതായത് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം, ഇത് നിങ്ങളിനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നത് കാരണം തന്നെ ഇത് പുറമെ വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോലെ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കുറേ ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഉള്ളി അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആവശ്യാനുസരണം എന്ത് ചെയ്താൽ മതി, നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നിങ്ങൾ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട്, നമുക്ക് അത് എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം അല്ലേ. സവോള യൂസ് ചെയ്യുന്നതിലൂടെ എന്താ പറയുക, നമ്മുടെ മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ്ലി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മുടിയുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട്. അതേപോലെ താരൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട്. തലമുടിയിലെ കെരാറ്റിൻ ഇല്ലേ, നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കെരാറ്റിൻ, അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ച് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറം നമ്മൾ ഇതിലെ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ സെറം ഹെയറിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ തലയിൽ ഒരുപാട് പെയിൻ്റെ ശല്യമൊക്കെ ഉള്ള ആളുകളാണെങ്കിലല്ലേ, നമ്മുടെ പെയിനൊക്കെ അങ്ങനെ തലയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തരും കേട്ടോ, നമുക്ക് എടുത്തൊഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിയുടെ സ്മെല്ല് പെയിനിന് ഭയങ്കര പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. എൻ്റെ അനുഭവമാണ് കേട്ടോ. എൻ്റെ തലയിൽ ഒരുപാട് പെയിനൊന്നുമില്ല. ആദ്യമേ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന കുറച്ച് പെയിനുകൾ എൻ്റെ തലയിൽ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഈ ഒരു സംഭവം ഹെയറിൽ ഇടുന്നതിനോണ്ട് തന്നെ തലയിൽ അവിടെ ഇങ്ങനെ വന്നിങ്ങനെ മിണ്ടാതിരിക്കും. നമ്മളിങ്ങനെ ചീകുന്ന സമയത്ത് പെയിനെ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചൊറിയുന്ന സമയത്തൊക്കെ ചില സമയത്ത് കിട്ടുന്നേ. അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സെറം പെയിനിനെ എന്താ പറയുക, ബോധക്കെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിയുടെ ജ്യൂസ് ഞാൻ കംപ്ലീറ്റ്ലി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സവാളയുടെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പ്യുവറായിട്ടുള്ള ജ്യൂസാണ്, നല്ല പിങ്ക് കളറിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഇതിൽ തേനാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്പൂണോളം തേൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തേനിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമുക്ക് അടിമുടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ തേന്. മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ നമുക്ക് ബലം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ നല്ലൊരു കണ്ടീഷനിങ് ഗുണങ്ങൾ നൽകുന്നുണ്ട്. മുടി ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രിസി ഹെയർ ആണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വിറ്റമിൻ, ഒരുപാട് മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, എൻസൈമുകളെല്ലാം തന്നെ തേനിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിൽ ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ
എന്താണ് തലയോട്ടിയിൽ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ തടയുന്നുണ്ട്, താരൻ കുറയ്ക്കുക, നീളം നൽകും നമ്മുടെ മുടിക്ക്, നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തേനിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി എന്താണെന്ന് നോക്കാം. നമ്മൾ തേൻ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്തല്ലേ അതൊന്ന് മിക്സായി കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും. കുറച്ച് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എന്താ പറയുക ഉള്ളിയുടെ നീരും തേനും കൂടി ഒന്ന് മിക്സായിട്ട് വരുള്ളൂ. മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരിത്തിരി കട്ടിയാവുന്നത് പോലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമുക്കത് അപ്പം തന്നെ മനസ്സിലാകും. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൽമണ്ട് ഓയിലിന് കുറച്ച് ഗുണങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ തടനിർത്തി മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻ, നമ്മുടെ വിറ്റമിൻ ഇ ഒക്കെ ധാരാളം ആയിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇല്ലേ, അതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിയുടെ സ്മെല്ല് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ളിയുടെ മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പേനിനെ മയക്കി കിടത്തുന്ന നമ്മുടെ സെറത്തിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ ഓയിൽ രാവിലെ ആകുമ്പോൾ തണുപ്പടിക്കുമ്പോൾ അത് കട്ടയാവും, പേടിക്കേണ്ട. എന്നിട്ട് നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഈ കട്ട കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ ചീത്തയായി പോയി എന്ന് വിചാരിക്കരുത്. അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് മാറുന്ന സമയത്ത് വീണ്ടും ഇപ്പോൾ കാണുന്നത് പോലെ ആയി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി തണുപ്പ് മാറിയതിന് ശേഷം ഡെയിലി ബേസിസിൽ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഹെയർ, എൻ്റെ മുടി നല്ല നനവുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം നനവോട് കൂടിയിട്ട് തന്നെയാണ് ഹെയറിൽ ഈ സെറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഹെയർ സെറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ നനവോട് കൂടിയിട്ടാണ് കേട്ടോ, നല്ല ഡ്രൈ ആവാത്തതിന് മുൻപാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഹെയർ സെറം ഞാനിവിടെ എടുക്കുകയാണ്, എന്നിട്ട് ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഹെയറിൽ മാത്രമേ ഇടുന്നുള്ളൂ. സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ ഹെയർ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ജലദോഷം, തലവേദന അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതൊരുപാട് നേരം തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് അറിയില്ല. അതായത് കുറച്ച് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കുക. കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കാതിരിക്കുക. അതാണ് ആദ്യമായി പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം, എന്നിട്ട് മാത്രമേ യൂസ് ചെയ്യുക. നിങ്ങളിനി പുറത്ത് പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, ഡെയിലി യൂസ് ചെയ്യാണ്, നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, കുളിക്കുന്നതിന് മുൻപ് ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കാം. നിങ്ങൾക്ക് സ്കാൽപ്പിലും ഇത് തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഹെയറിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഒരു കുറച്ച് നേരം വെച്ചതിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതുമാണ് കേട്ടോ. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. എന്താ പറയുക, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.